എന്താ മോനെ പോയിക്കല്ലേ തിന്നാ വില. എന്നാൽ ഈ ഫാം നടന്ന കർഷകന്മാർക്ക് ഉണ്ടാ ഈ പൈസ കിട്ടുന്നത്? എല്ലാം എടുത്തട്ടുകാർ കൊണ്ടുപോകല്ലേ. ഇതെന്നാണ് ഇതെല്ലാം തുറന്നു വെച്ചിനി. ഈച്ച കയറുന്ന കാണുന്നില്ലേ? മാത്രമല്ല എല്ലാം പൊടിയാവും. എല്ലാം തുറച്ചാ ചേട്ടാ, കുട്ടെല്ലാം നല്ലോണം തുറച്ചോ. ഇതാ നല്ലോണം വൃത്തിയായിട്ട് കഴിക്കണം കേട്ടാ. എന്നിട്ടേ കിഴങ്ങിൻ്റെ പീസ് അധികം ആയിക്കോ, അല്ലെങ്കിൽ ഇതൊന്നും കൊടുത്ത് തൊപ്പിക്കാൻ കഴിയില്ല. നീ ഒന്നുകൂടെ സഹായിച്ചു. ഈ പാലം നോക്കി. നോക്കാം. ഇപ്പോൾ കുറച്ച് ഉത്സാഹവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇനി എൻ്റെ ഉപ്പാൻ്റെ മുമ്പിലൊന്ന് ഞെളിഞ്ഞു നിൽക്കണം. എടാ ഷാഫി, എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ചോദിക്കണമെന്ന് വെച്ചാ പിന്നെ വിട്ട്. അതെന്താടാ? നിൻ്റെ ഉപ്പക്ക് മെറ്റൽ കടയുണ്ട്, ചായപ്പൊടി ചോപ്പുണ്ട്, പോരാത്തതിന് 2-3 വീടും. പിന്നെ എന്തിനാടാ നീ ഈ തട്ടുകടയിൽ വന്നിട്ട് ഈ കോഴീനെ കഴുകുന്നു? എൻ്റെ ഉപ്പാനെ കുറിച്ച് അറിയോടാ? എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉപ്പാൻ്റെ പ്രാവും കടയിൽ ഇത്തിരി കച്ചവടം കുറഞ്ഞ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊരു പ്ലേറ്റ് പൊട്ടിയ എൻ്റെ ഉപ്പൻ്റെ പ്രാവും എൻ്റെ തലയുണ്ട്. പിന്നെ കുണം പിടിക്കാത്ത ചുമ്മ വാവ എൻ്റെ ഉപ്പാൻ്റെ മുമ്പിലൊന്നും അവിടെ നിന്ന് കാണിച്ചു കൊടുക്കണോ? ഉപ്പാൻ്റെ കാലം കഴിഞ്ഞാ സ്വത്തും സമ്പാദ്യമൊക്കെ നിനക്കല്ലടാ, ഒറ്റ മോനല്ലേ. അതങ്ങനെ ഒന്നും ചാവൂലടാ, ജപ്പാൻ്റെ വിഷനാ. ഞാൻ പിന്നെ ഇടയ്ക്ക് വൃത്തികേടൊക്കെ ഒപ്പിക്കാറുണ്ട്. അതെങ്ങനെ ഒന്ന് തെളിച്ച് പറയടാ. ഉറങ്ങുമ്പോൾ ഉപ്പാൻ്റെ കീശന്ന് ഞാൻ കാശടിക്കും, ഉമ്മാൻ്റെ അരിയിട്ട കാലത്തിൽ നിന്നും കാശടിക്കും. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടാ. നമ്മുടെ തന്നെ കുട്ടാ, നീ ആണ് ഉഷാറാന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ആസുപടി നിങ്ങൾ പറയുന്നത്? ഐഫോൺ മേടിക്കാനും ഉൾഫി അടിക്കാനൊക്കെ എൻ്റെ കാശ്. എടാ ഇതിനെ എന്താടാ ഇവന്റെ കഥന കഥ കേട്ടിട്ട് നീ കരയുന്നോടാ? കഥന കഥ. എടാ സവാള അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരില്ലടാ പോത്തെ. അതിനാണ്. നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സവാള വരുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നത് ഒരു കണക്ക് നമുക്ക് നല്ലതാണ്. കറിയിൽ ഉപ്പ് കുറച്ചിട്ടാ പോലെ. അത്ര നിൽക്കാനുള്ള കോമഡി ഒന്നല്ല. നിർത്തിക്ക. പ്രേമേ, നിന്റെ മോനെ പഠിപ്പൊക്കെ പഠിച്ചത് തട്ടുകട നടത്താനാ? ഞാൻ കണ്ട് മേൽപ്പാലത്തിനിടയിൽ കച്ചവടം നടത്തുന്നത്. തട്ടുകട അത്ര മോശമായിടത്തി? എന്തെങ്കിലും ഒരു ജോലി ആവണ വരെ പിള്ളേരൊരു നേരം പോക്കിന്. നിങ്ങളെ മോനെ പോലെ തേരാപ്പോലെ നടന്നാ മതിയോ? എന്റെ പരദോഷണം നാരണേച്ചേ. നീ പോടാ അലവലാതി. അവിടെ നോർത്ത് 2 പാക്കറ്റ് ബ്രെഡ് കൊടുത്തിന് കേട്ടോ. ടയർ വീടിലെ പൈസ കിട്ടീനാ? ഇല്ലല്ല, അവിടുത്തെ പൈസ കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ കൊടുക്കണ്ടേ? ആ ഇടിയും മയ്യും ഒന്നിച്ചാണല്ലോ വരവിന്ന്. ആ കേറ്. നിങ്ങളൊക്കെ കാണാൻ ഇനി ഇങ്ങോട്ട് വരണ്ടേ ഈ 5 സ്റ്റാർ തട്ടുകടയില്? എന്നാ വന്ന കാലം നിൽക്കാണ്ട് ഇരിക്കി. 2 ഹോർലിക്സ് എടുക്കട്ടെ? ഓ നമ്മളൊന്നും കുടിക്കൂല അല്ലേ? വന്ന കാര്യം ആദ്യം പറയാം. ആ കാര്യം ആദ്യം പറ. എന്നാ പറയടാ. ഈ മാസം 26-ാം തീയതി ചേച്ചിയുടെ കല്യാണം. കട പൂട്ടിയിട്ട് 2 ദിവസം മുന്നേ നിങ്ങൾ എല്ലാരും അവിടെ ഉണ്ടാവണം. 2 ദിവസം? ഒരാഴ്ച മുമ്പ് ഞാൻ ഉണ്ടാവില്ലേ? പിള്ളേർ കട നോക്കട്ടെ. ഒരാഴ്ച മുമ്പ് ഞാൻ പോകും. നിങ്ങൾ കട നോക്കണം കേട്ടാ. പിന്നെ ഞാൻ ഇല്ലാതെ എന്റെ കുറവടി ഉണ്ടാവും കേട്ടാ. ശരി മുതലാളി. അയ്യോ ആക്കല്ലേ. നിങ്ങൾ പെമ്പിളത്തെ കാണുമ്പോ നിങ്ങളെ കളി അത് വേണ്ട. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി കല്യാണം ക്ഷണിക്കാനുണ്ട്. അപ്പൊ ഹോർലിക്സ് വേണ്ട? അല്ല അല്ലെങ്കിലും ഇല്ല, വെറുതെ ചോദിച്ചാ. അപ്പൊ ശരി എന്നാ. ആയിക്കോട്ടെ. വിളിക്കണോട്ടോ ആളെ. ആ വിളിക്കാം. ഓക്കെ അല്ലേ? ഹെൽമെറ്റിലാണ്ടാ പോകുന്നല്ലേ? പോലീസ് എന്റെ പേര് പറഞ്ഞാ മതി. ദാസവൻ പറഞ്ഞിട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ജയിലിൽ പോയത്. ഓക്കെ അല്ലേ? വെറുതെ വേണം. വന്ന് കേറും. ശരി
ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. കല്യാണത്തിന് സാധനം ഉണ്ടാണേ. ബൈ ബൈ. ആ ഓക്കെ. ഇന്ന് വന്നിട്ട് അങ്ങോട്ടേക്കാ പോകുന്നു. അമ്മേ അമ്മേ, എന്താ മോനെ? തട്ടുകടയിലെ 2 ആഴ്ചത്തെ പൈസ വീതം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയതാ. ഇത് അമ്മ വെച്ചോ. എന്റെ മോനെ ആദ്യമായിട്ട് കൊണ്ടു തന്നല്ലേ, എങ്ങനെയാ വേണ്ടാന്ന് പറയാ? എടാ, എന്നെ കഴിച്ചിട്ട് പോ. വേണ്ട, ഞാൻ തട്ടുകടയിൽ നിന്ന് കഴിച്ചോളാം. സ്വന്തം തട്ടുകടയാകുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കാലോ. പൊറോട്ട, മസാല ദോശ, ചിക്കൻ ഫ്രൈ. ഹോ, നമ്മുടെ ഈ ഉണക്കദോശയും സാമ്പാറും ആർക്ക് വേണം? എടി, എടി, നിന്റെ മോൻ നന്നായിട്ട് വരുന്നാ തോന്നുന്നു. എന്റെ മോനോ? അപ്പൊ നിങ്ങളുടെ ആരാ? നാണമില്ലാത്ത മനുഷ്യൻ. കർണേട്ടാ സർ, ഈ ബ്രദേഴ്സ് ക്ലബ്ബ് എവിടെയായിട്ട് വരും അറിയോ? എനിക്കറിയില്ല സാറേ. അറിയില്ല, ശരി. രമേശൻ അറിയോ? സാറേ ഈ റോഡിന്റെ ഇടതുവശത്താന്ന് തോന്നുന്നു. ആ, രതീഷ്, നീ വണ്ടി മുമ്പോട്ട് വെച്ചോ. അല്ല, സാർക്ക് ഈ ചീട്ട് കളിക്കാനുള്ള കമ്പുണ്ടോ? ഈ നാട്ടിലെ ഈ ചെറിയ മുതലാളിമാരൊക്കെ ടൈം പാസിന് വരുന്ന സ്ഥലമാണ് ഈ ബ്രദേഴ്സ് ക്ലബ്ബ്. എന്നിട്ടാ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത്? അല്ല, അത് സാർ, നിങ്ങളിവിടെ നിന്നാ മതി. സാർ. ആ, കർണേട്ടാ, വിളിച്ചു പറഞ്ഞ് ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടല്ലോ. രമേശാ, സാർ. യെസ് സാർ. 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വാ. ഓക്കെ സാർ. ഓ, ഫെന്റാസ്റ്റിക്. ബാറിന് ബ്രദേഴ്സ് ക്ലബ്. സ്റ്റാലിൻ സാറേ, ഒരു കൈ നോക്കുന്നോ? റിയൽ എസ്റ്റേറ്റ് ജോൺ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ, വെറ്റിനറി ഡോക്ടർ ബാബുരാജ്. വെരി ഗുഡ്. ഒന്ന് പിടിപ്പിച്ചിരിക്കാം സാറേ. ഇരിക്കാം. ഇയാളെന്ത് കോപ്പാണ് കാണിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയാലോ. താൻ ആരായാലും എനിക്കെന്താണോ? രമേശാ, സാർ. എല്ലാത്തിനെയും പുറത്താക്കിയിട്ട് കൂട്ട്. പിന്നെ നടക്കടാ.
ഇവർക്ക് ഉറക്കമില്ലേ? പാതിരാത്രിക്കാണോ മോനോട് സ്നേഹം കാണിക്കുന്നത്? നേരെ കാണുമ്പോൾ ഒരു നല്ല വാക്കുപോലും പറയില്ല. സ്നേഹം കൂടിയ പിള്ളേർ വഷളാവും. ഞാനൊരു മുരടനൊന്നും അല്ലടി. അവനിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതുപോലൊരച്ഛൻ. മോൻ വല്ലതും അറിയുന്നുണ്ടോ ഇതൊക്കെ? എനിക്ക് ഉറക്കം വരുന്നു. കിടക്ക്. തന്നെ അടുത്ത വീട് കുട്ടൻ എന്നല്ലേ അയാളുടെ പേര്? അതെ സാർ. ഡേ അതിർത്തി തർക്കം കുട്ടൻ, അയാളെ വിളിച്ചാ? 5-10 പ്രാവശ്യമായിട്ടും വിളിച്ചു സാറേ. അയാൾ വരുന്നൊന്നുമില്ല. ആ പിന്നെ മെരട്ടി തന്നെ നോക്കണം അല്ലേ? ഇനി ഒരൊറ്റ വഴിയുള്ളൂ, അയാളെ പോയി ഞാൻ മെരട്ടണം. ഹലോ. അതെ, എന്നെ കാണുമാതിരി കണ്ട അതെയോ? ശരിയാക്കാം സാർ. ഈ സ്ഥലം വിടും. ഞാൻ നോക്കട്ടെ. ശരി. രതീഷേ, സാർ. ഞാനൊരിടം വരെ പോവുക. റെയിൽവേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തൻ സ്വർണവുമായി മുങ്ങി. രൂപം പറഞ്ഞപ്പോ സാർ ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ ബൈക്കിൽ പോയിക്കോളാം. സാർ ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. സാറ് പോയില്ലേ? ഞാൻ അവന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. വെൽക്കം മിസ്റ്റർ ഇൻസ്പെക്ടർ സ്റ്റാലിൻ ജോസഫ്. ഒരല്പം വൈകിപ്പോയി. ചെകുത്താനും പടച്ചോനും ഒത്തുചേർന്നാൽ ഇവിടെ എന്താ നടക്കാത്തത്?
ഓ സാർ. കരുണേട്ടൻ കഴിച്ചോ? ആ കഴിച്ചു സാർ. കരുണേട്ടൻ്റെ ഫോണൊന്നും എടുത്തേ. ഫോൺ എന്തിനാ സാർ? എടുത്തേ. അല്ല ഫോണ് എടുക്കടോ. സാർ പോലീസിലെ തരംതാണ ചാരനാണ് നീ. ഒരു തവണ, ഒരേ ഒരു തവണ ഞാൻ ക്ഷമിക്കും. ഇത് ഞാനും നീ അറിഞ്ഞാ മതി. കരുണേട്ടാന്ന് വിളിച്ച നാക്കുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്.